ചീര നന്നായിട്ട് തഴച്ചു വളരാനും ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നടുന്ന സമയത്ത് ഈ ചുവപ്പ് ചീരയും പച്ച ചീരയും കൂട്ടിക്കലർത്തിങ്ങാണ്ട് നടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലപ്പുള്ളി രോഗങ്ങൾ തന്നെ ഒരുപാട് രോഗങ്ങൾ ഈ ചീരക്ക് വരും. മെയിനായിട്ട് വരുന്ന ഇലപ്പുള്ളി രോഗമാണ്. എല്ലാ രോഗത്തെയും പ്രതിരോധിക്കാൻ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രോഗങ്ങളെ പ്രതിരോധിക്കാനും കൺട്രോൾ ചെയ്യാനും കഴിയും. രണ്ടും കൂടി കൂട്ടി കലർത്തിങ്ങാണ്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നട്ടിരിക്കുന്നതൊക്കെ തെങ്ങിൻ്റെ ചുവട്ടിലാണ്. മുമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ടായിരുന്നത്. അത് നല്ല വിളവ് കിട്ടിയെന്ന് കണ്ടപ്പോഴാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് വിത്തുകൾ കിട്ടിയ സമയത്ത് 3 തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കൊക്കെ പാടെ കൂട്ടി കലർത്തിങ്ങാണ്ട് ഇതാണ് നട്ടു കഴിഞ്ഞു. എല്ലാം നല്ലതുപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ചീര എന്ന് പറയുന്ന അവസ്ഥയിലാണ് വീട്ടിലുള്ളത്. നമ്മൾ ഓരോ ചീരയും പിഴുതെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പൊട്ടിച്ചെടുക്കല്ല, പിഴുതെടുക്കുകയാണ്. കാരണം തെങ്ങിൻ്റെ ചുവട്ടിലായതുകൊണ്ട് നമുക്ക് ഇനി തേങ്ങ ഇടാനൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിൽ കണ്ടില്ല നിങ്ങൾ, തേങ്ങ ഇടാനൊക്കെ ആയി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ അയൽവാസികൾക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ താമസിക്കുന്ന തറവാട്ടുകൾക്ക് ആണെങ്കിലും എല്ലാം ഇപ്പോൾ ചീര നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ആദ്യം തെങ്ങ് നനച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദിവസവും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നനക്കേണ്ടതുണ്ട്. നനയൊക്കെ നന്നായിട്ട് കൊടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് തഴച്ചു വളരുക. അതേപോലെ തന്നെ കുറച്ച് ചീര നമ്മൾ പല ഭാഗത്തും നമ്മൾ അതിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ഓരോ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചോട്ടിലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ചീര എന്ന് പറയുന്നത് 1 വർഷത്തോളം നമുക്ക് വിളവ് തരും. ഇങ്ങനെ പൊട്ടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ ഭാഗത്ത് കുത്തിയാലും മതി. നമ്മൾ ആദ്യം വെച്ചതായിരുന്നു. നമുക്ക് ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരാഴ്ച ഇടക്കിടക്ക് അങ്ങനെ കുട്ടികൾ 7 പ്രാവശ്യമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പെട്ടെന്ന് 30ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ചീരൻ്റെ. അതാണ് ചീരൻ്റെ കൃഷിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഇതിന് ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഞ്ഞൾപ്പൊടി, അതേപോലെ അപ്പസോഡ 2 ഗ്രാം, മറ്റേതുപോലെ ലിറ്ററുകളിലാണ് പറയുന്നത്. കായം അത് 3 കലർത്തിയിട്ട് അടിച്ചു കൊടുത്താൽ മതി.